ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. കല്ലിൽ കൊത്തിയെടുത്ത വിസ്മയ പ്രപഞ്ചം, അതാണ് ഹംപി. കർണാടകയിലെ ഹംപി എന്ന ചരിത്ര നഗരം കാഴ്ചകളുടെ പറുദീസയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും കലാവൈഭവവും പേറുന്ന ശില്പസമുച്ചയങ്ങൾ, പശ്ചാത്തലത്തിൽ വിശാലമായൊരു ക്യാൻവാസ് പോലെ പരന്നൊഴുകുന്ന മനോഹരിയായ തുംഗഭദ്ര, പച്ചപ്പാർന്ന നെൽവയലുകളും കൃഷിയിടങ്ങളും. വിജയനഗരത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഗ്രാമം വിജയനഗരത്തിൻ്റെ കാലത്തിന് ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഹംപിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AD 1336 ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത്. ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ട കെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടമതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പുകൂട്ടുകളും ഉപയോഗിച്ചിരുന്നില്ല. പകരം പൂളുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. മറ്റ് നഗരങ്ങളുടേതുപോലെയല്ല ഈ കോട്ടമതിലുകളെന്നും ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളവെന്നും പോർച്ചുഗീസ് സഞ്ചാരി ഗോമിംഗോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരന്ന മേൽക്കൂരകളോടുകൂടിയ മനോഹരമായ കെട്ടിടങ്ങൾ കോട്ടയ്ക്കുള്ളിൽ കെട്ടിയിരുന്നു. കൊട്ടാര സമുച്ചയത്തിൽ നിരവധി കമാനങ്ങളും താഴികക്കുടങ്ങളും തൂണുകളിൽ താങ്ങി നിർത്തിയ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഹംപിയിലുണ്ടായിരുന്നു. ഹംപിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാന ഉത്സവമായിരുന്നു മഹാനവമി. രാജാവ് അതിഥികളെ സ്വീകരിക്കുകയും സാമന്തരിൽ നിന്നും കപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി നിലകൊണ്ടിരുന്ന മഹാനവമി പീഠം ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. 1565 ഗോൾക്കൊണ്ട, ബീജാപ്പൂർ, അഹമ്മദ് നഗർ, ബെരാർ, ബിദാർ എന്നിവയുടെ ഭരണകർത്താക്കളായിരുന്ന ഡെക്കാൻ സുൽത്താൻമാർ വിജയനഗരത്തെ പരാജയപ്പെടുത്തിയതോടെ ഹംപിയുടെ പ്രതാപകാലവും അവസാനിച്ചു. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇത് തുംഗഭദ്ര നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 7-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു. പമ്പാപതി എന്ന് വിളിക്കപ്പെടുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട 2 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അതിൽ ഒന്ന് 165 അടി ഉയരമുള്ള ഒരു ഗോപുരം ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. ബിസ്തപ്പയ്യ ഗോപുരം എന്നാണിത് അറിയപ്പെടുന്നത്. 11 നിലകൾ ഉള്ള ഈ ഗോപുരവും വിരൂപാക്ഷ ക്ഷേത്രവും ഏത് കാലത്താണ് പണിത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ 2ാമത്തെ ഗോപുരം കൃഷ്ണദേവരായർ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പണിതീർത്തതാണ്. പല പ്രാവശ്യങ്ങളിലായി ഈ ക്ഷേത്രം പുതുക്കിയതായി തെളിവുകൾ ഉണ്ട്. എന്നാൽ ഏറ്റവും അവസാനം പുതുക്കി പണിത് 1510 കൃഷ്ണദേവരായർ ആയിരുന്നു. ക്ഷേത്രമുറ്റം നിറയെ കല്ലുകൾ പാകിയിരിക്കുന്നു. നടുഭാഗത്തായി ഒരു ചെറിയ കനാൽ ഉണ്ട്. അതിലൂടെ തുംഗഭദ്ര നദിയിലെ വെള്ളം ഒഴുകുന്നുണ്ട്. ഹൊയ്സാല രാജവാഴ്ചക്കാലത്തുണ്ടായ ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഹരിഹരൻ ഒന്നാമൻ പുതുക്കി പണിതിട്ടുണ്ട്. പിന്നീട് കൃഷ്ണദേവരായർ ഒരു മണ്ഡപവും പൊതുജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ള ഒരു സ്ഥലവും ഇവിടെ കൂട്ടിച്ചേർത്തു. ഈ ക്ഷേത്രത്തിൻ്റെ പുഴയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ചുമരിന് ഒരു വലിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗോപുരത്തിൻ്റെ ചിത്രം സൂര്യപ്രകാശത്തിൽ ശ്രീകോവിലിന് ഏകദേശം സമീപമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചുവരിൽ തലതിരിഞ്ഞ് പതിക്കുന്നു. മറ്റ് യാതൊരുവിധ വിദ്യകളും ഇല്ലാതെയാണ് ഇത് സാധ്യമാകുന്നത്. അമ്പലത്തിന് മുന്നിലായി കാണുന്ന ചെറിയൊരു ബസാറാണ് പാൻ സുപാരി ബസാർ. തകർന്നടിഞ്ഞ കുറേ സ്തൂപങ്ങളും മണ്ഡപങ്ങളും മാത്രമേ അവിടെ കാണാനുള്ളൂ. അമ്പലത്തിലേക്കുള്ള വഴിയുടെ 2 ഭാഗങ്ങളിലുമായി ഇവ ചിതറിക്കിടക്കുന്നു. അസാധാരണമായ വാസ്തുവിദ്യയ്ക്കും സമാനതകളില്ലാത്ത കരകൗശലത്തിനും പേരുകേട്ട ഒരു പുരാതന സ്മാരകമാണ് ഹംപിയിലെ വിത്തല ക്ഷേത്രം. ഹംപിയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമാനതകളില്ലാത്ത ശിലാരഥം, ആകർഷകമായ സംഗീത തൂണുകൾ എന്നിങ്ങനെയുള്ള അത്ഭുതകരമായ ശിലാനിർമ്മിതികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രസിദ്ധമായ വിത്തല ക്ഷേത്രം 15-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. AD 1422 മുതൽ 1446 വരെ വിജയനഗര സാമ്രാജ്യം ഭരിച്ച ദേവരായ 2ാമൻ രാജാവിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. വിജയനഗര രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന
കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു. ക്ഷേത്രത്തിന് ഇന്നത്തെ രൂപം നൽകുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. വിത്തല ക്ഷേത്രത്തിൻ്റെ മഹാമണ്ഡപം ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്തെ മുറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു ഘടനയാണ് ഇത്. വളരെ അലങ്കരിച്ച അടിത്തറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യോദ്ധാക്കൾ, കൃതികൾ, ഹംസങ്ങൾ, മറ്റ് നിരവധി അലങ്കാര കൊത്തുപണികൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 4 ചെറിയ ഹാളുകൾ ഉൾക്കൊള്ളുന്നതാണ് മഹാമണ്ഡപം. ക്ഷേത്രത്തിൻ്റെ മുഖപ്പിൽ 40 തൂണുകൾ ഉണ്ട്. ഈ തൂണുകൾ ഓരോന്നിനും 10 അടി ഉയരമുണ്ട്. വിത്തല ക്ഷേത്ര സമുച്ചയത്തിൽ സമ്പന്നമായ ശില്പങ്ങളാൽ തീർത്ത കല്ലുരഥം ഉണ്ട്. ഇത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും അതിശയകരമായ വാസ്തുവിദ്യയായി കണക്കാക്കപ്പെടുന്നു. കൽരഥം ക്ഷേത്രമുറ്റത്താണ് നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ 3 കല്ലുരഥങ്ങളിൽ ഒന്നാണിത്. മറ്റ് 2 രഥങ്ങൾ ഒഡീഷയിലെ കൊണാർക്കിലും തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും സ്ഥിതി ചെയ്യുന്നു. വിത്തല ക്ഷേത്രത്തിലെ കല്ലുരഥം യഥാർത്ഥത്തിൽ ഒരു അലങ്കാര രഥത്തിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു ദേവാലയമാണ്. ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന ഈ ശ്രീകോവിലിൽ ഗരുഡൻ്റെ ഒരു ചിത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിത്തല ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് രംഗമണ്ഡപം. വലിയ മണ്ഡപം 56 സംഗീത തൂണുകൾക്ക് പേരുകേട്ടതാണ്. ഈ സംഗീത സ്തംഭങ്ങളെ സരിഗമ തൂണുകൾ എന്നും വിളിക്കുന്നു. തൂണുകളിൽ തട്ടിയാൽ ഈ സംഗീത സ്പന്ദനങ്ങൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ഇവിടെയുള്ള ഓരോ തൂണും സീലിംഗിനെ പിന്തുണയ്ക്കുന്നു. പ്രധാന തൂണുകൾ സംഗീതോപകരണങ്ങളുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ പ്രധാന സ്തംഭത്തിന് ചുറ്റും 7 ചെറിയ തൂണുകൾ ഉണ്ട്. ഈ ചെറിയ തൂണുകൾ സംഗീത തൂണുകളുടെ ചരടുകളായി പ്രവർത്തിക്കുകയും ശബ്ദം മാറ്റുകയും ചെയ്യുന്നു. ചന്ദനം കൊണ്ട് തൂണുകളിൽ അടിക്കുക. അവയിൽ നിന്നുള്ള സംഗീത സ്പന്ദനങ്ങൾ കേട്ടാൽ നിങ്ങൾ അതിശയിക്കും.